ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ നല്ല സിമ്പിളും ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മടുക്കാത്ത, അധികം എണ്ണ കുടിക്കാത്ത ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് കപ്പലണ്ടിയാണ്. 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് അളവാണ് കപ്പലണ്ടി എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ടും നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അളവിലുള്ള കപ്പലണ്ടിക്ക് അനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് ബാക്കി ഞാൻ പറയുന്നത്. നിങ്ങൾ എത്രയാണോ കപ്പലണ്ടി എടുക്കുന്നത്, പലഹാരം നിങ്ങൾക്ക് വേണ്ടത്, അതിനനുസരിച്ചുള്ള കപ്പലണ്ടി എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കറക്റ്റാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 200 ഗ്രാം ശർക്കരയിൽ 250 ml കപ്പിൻ്റെ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനനുസരിച്ചാണ് നമ്മളിപ്പോൾ ഇത് ഉരുക്കിയെടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. 1/2 കപ്പിൽ 1 കപ്പ് നിറയെ ചിരകിയ തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി 2 ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം ആ ഒരു മിക്സ് ഇതുപോലൊരു പാത്രത്തിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക. ആ ഒരു ശർക്കര ഉരുക്കിയതല്ലാതെ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. കുറച്ച് കട്ടിയായിട്ടിരിക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മൈദയാണ്. മൈദ 250 ml കപ്പിൻ്റെ അളവിൽ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. മൈദമാവിൽ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിൽ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ആവാം. മൈദാമാവിലാണ് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടി എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ആ ഒരു മധുരത്തിന് ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് കറക്റ്റ് പരുവത്തിലേക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ പകുതി ആദ്യം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നല്ല പോലെ വിസ്ക് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുള്ളൂ. കാരണം ഒന്നിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പരുവം തെറ്റിപ്പോവും. അതുമാത്രമല്ല നമുക്ക് ഇളക്കിയെടുക്കാനായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ മാവിൻ്റെ പരുവം എന്ന് പറയുന്നത് ഒരുപാട് ലൂസാവരുത്. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1/4 ഭാഗം വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ നമ്മുടെ മാവിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. ഒരു കയ്യിൽ കൊണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് കോരി കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാൻ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് മുങ്ങിപ്പൊരിയുന്ന രീതിയിൽ വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഈ മാവ് ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എങ്കിലേ എല്ലാം ഒരുപോലെ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഈ ഒരു പരുവത്തിൽ പൊങ്ങി വരുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കണം. 1 മിനിറ്റ് നേരം ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ അതാ ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിലൊട്ടും തന്നെ എണ്ണ കുടിക്കുകയില്ല. ഇതേ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ എത്ര എണ്ണമാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. എങ്കിലേ എല്ലാം ഒരേ പരുവത്തിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഒരു കയ്യിൽ മാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കിടിലൻ പലഹാരം റെഡിയായി കിട്ടി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.